ഒരു ഗാനം മാത്രം, ഒരു ഗാനം മാത്രം. നമസ്കാരം, ഞാൻ ബി ആർ പ്രസാദ്. ഒന്നാംകിളി രണ്ടാംകിളി എന്ന ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരു ഗാനം മാത്രം എന്ന പരിപാടിയാണിത്. മലയാളത്തിലുണ്ടായിട്ടുള്ള സാഹിത്യ ഭംഗി നിറഞ്ഞിട്ടുള്ള ഒരു ചലച്ചിത്ര ഗാനത്തെ മാത്രം ആസ്പദമാക്കി അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കുറിച്ചുള്ള ഒരു ആസ്വാദനമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാരതീയ സാഹിത്യത്തെ ആകമാനം സ്വാധീനിച്ചിട്ടുള്ള കവിയാണ് കാളിദാസൻ. അനന്യമായ വർണ്ണനാ ചാതുരിയും അചുംബിതമായ കൽപ്പനകളും കൊണ്ട് സമ്പന്നമാണ് കാളിദാസ കൃതികളെല്ലാം തന്നെ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ കവികളെയും കാളിദാസൻ്റെ കൽപ്പനാ ചാതുര്യം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയണം. ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതം പഠിക്കുവാൻ അവസരമുണ്ടായ വയലാറിനെ സംബന്ധിച്ചിടത്തോളം കാളിദാസ കൃതികളുടെ സൗന്ദര്യ ലോകം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ചലച്ചിത്ര ഗാനങ്ങളിലും ഇത് വളരെ പ്രകടവുമാണ്. എന്നാൽ വയലാറിൻ്റെ കവിതകളിൽ അധികം കാളിദാസ സ്വാധീനം കാണാൻ കഴിയില്ല. കാരണം കവിത എഴുതുമ്പോൾ അത് കവിയുടെ സ്വന്തമായ ആശയങ്ങളാണ്. ഗാനം അങ്ങനെയല്ല. കഥയിലെ കഥാപാത്രത്തിൻ്റെ മനോവികാരങ്ങളെയാണല്ലോ ഗാനം ആവിഷ്കരിക്കുന്നത്. അപ്പം അതിൽ വ്യത്യാസമുണ്ടാവും. എന്തായാലും 1965 കാളിദാസ ശാകുന്തളത്തെ ആസ്പദമാക്കി കുഞ്ചാക്കോ ഒരു സിനിമ ചെയ്യുവാൻ തീർച്ചയാക്കി. അതിൽ ഗാനങ്ങൾ എഴുതുവാൻ, അതിൽ 8 ഗാനങ്ങളും എഴുതിയിരിക്കുന്നത് വയലാറാണ്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതവും. അങ്ങനെ ഇന്ത്യയുടെ പ്രൗഢമായ സാഹിതീ പാരമ്പര്യത്തെ എന്നും വിളംബരം ചെയ്യുന്ന കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം സിനിമയാക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരുന്നു. കാരണം കാളിദാസ കൽപ്പനകളുടെ സൗകുമാര്യത്തോട് ഒട്ടി നിൽക്കുന്ന, അതിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഗംഭീരങ്ങളായ വരികൾ എഴുതണം. വയലാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആവേശവും പ്രചോദനവുമായിരുന്നു എന്നും കാളിദാസ കൃതികൾ. അതുകൊണ്ട് തന്നെ ഈ പാട്ടെഴുതുമ്പോൾ സവിശേഷമായ ശ്രദ്ധ അദ്ദേഹത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് സർഗധനനായ ഏതൊരു കവിയെക്കുറിച്ചും നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. തീർച്ചയായും ഉണ്ടാവും. അങ്ങനെയുള്ള ഗാനങ്ങൾ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്വ മഹർഷിയുടെ വളർത്തുപുത്രിയായ ശകുന്തളയെ യാദൃച്ഛികമായി നായാട്ടിനെത്തിയ ദുഷ്യന്തൻ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പ്രണയബദ്ധരായിത്തീരുകയും അത് അവരുടെ സമാഗമത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഓർമ്മിക്കുവാൻ വേണ്ടി ഒരു മോതിരം ശകുന്തളയ്ക്ക് കൊടുത്തിട്ട് ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് തിരികെ പോയി. ഈ മോതിര കഥ കാളിദാസൻ്റേത് മാത്രമാണ്. മഹാഭാരത കഥയിൽ അതില്ല. ഈ മോതിരം കാണിച്ചാൽ ഓർമ്മ വരും ദുഷ്യന്തന്. കാരണം ദുർവാസാവിൻ്റെ ശാപം മൂലം ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഗർഭിണിയായ അവളെ കണ്വ മഹർഷി കൊട്ടാരത്തിലേക്ക് അയക്കുകയും അവിടെ ചെന്നപ്പോൾ ദുഷ്യന്തൻ അവളുടെ മോതിരം നഷ്ടപ്പെട്ടത് കാരണം അവളെ മറന്നു പോവുകയും ചെയ്തു അത്രേ. എന്തായാലും അവളെ നിഷ്കരുണം പുറത്താക്കി, സ്വീകരിച്ചില്ല. എവിടെയാണ് അവളെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഒരു മുക്കുവന് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ഈ മോതിരം കിട്ടുകയും അത് ദുഷ്യന്ത സവിധത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ മോതിരം കണ്ടപ്പോൾ പൂർവ്വകാല സമാഗമങ്ങളും ആ ഋഷികന്യകയുടെ നിർമ്മലമായ സ്നേഹത്തെയും ആ പച്ചവിരിപ്പിട്ട ശൈല പ്രദേശങ്ങളെയും താഴ്വരകളെയും ഒക്കെ ദുഷ്യന്തന് ഓർമ്മ വരികയും ചെയ്തു. പക്ഷേ ശകുന്തള എവിടെയെന്നറിയില്ല. അങ്ങനെ ശകുന്തളയുടെ ഓർമ്മകളിൽ മുഴുകി കൊട്ടാരത്തിലെ ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം വിട്ട് ഏകാന്തതയിൽ സ്വസ്ഥമായിരുന്ന് ശകുന്തളയെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ് ദുഷ്യന്തൻ. അവളുടെ ഛായാചിത്രങ്ങൾ എഴുതി വെച്ചും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കിയും ദുഷ്യന്തൻ കഴിഞ്ഞുകൂടി. ആ പ്രത്യേക സന്ദർഭത്തിൽ ഓർമ്മ വരുന്ന കാളിദാസ കൃതിയുടെ നാടകീയ സന്ദർഭങ്ങളെയും സൗന്ദര്യവത്കരണത്തെയും ഒക്കെ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തത്തക്ക തരത്തിൽ വയലാറിൻ്റെ തൂലിക അതിമനോഹരമായ വരികൾ നിറച്ചു. അത് സുന്ദരമായി ദേവരാജൻ മാസ്റ്റർ സംഗീതത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്തു. യേശുദാസിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ എന്നെന്നും നമ്മൾ ഓർമ്മിക്കുന്ന
ഒരു ഗാനം പറന്നു, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും എന്ന്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെയോർമ്മ വരും. ശാരദ സന്ധ്യകൾ മറവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെയോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. കാളിദാസൻ തുടങ്ങിയുള്ള കവികളുടെ കാലഘട്ടത്തിന് ഇപ്പുറമാണ് ഇന്നത്തെ കവിയുടെ നിലപാട് തറ. അതുകൊണ്ട് തന്നെ കാളിദാസ ഭാവനകളിലോ അലങ്കാര വൈചിത്ര്യങ്ങളിലോ അഭിരമിക്കുന്ന ഒരു സ്വഭാവമല്ല ആധുനികരായ കവികൾക്കുള്ളത്. വയലാറിൻ്റെ സർഗഭാവന പുതിയ കാലഘട്ടത്തിൻ്റെ തേച്ചുമിനുക്കലുകൾക്ക് അരം പറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ എന്ന് നമുക്ക് കാണാം. അതായത് നായികയുടെ മഷി എഴുതിയ കണ്ണുകൾ കണ്ടിട്ട് ഇത് ശംഖുപുഷ്പത്തിൻ്റെ നീലശംഖുപുഷ്പത്തിൻ്റെ പൂവാണോ എന്ന് തോന്നും എന്നതുപോലെയുള്ള പരത്തിപ്പറച്ചിൽ ആധുനിക കവികൾക്കില്ല. എന്നു മാത്രവുമല്ല, പഴയ കാലത്തെ ഉപമാ ഉൽപ്രേക്ഷ പോലെയുള്ള അലങ്കാരങ്ങളുടെ ഈ കള്ളികളിൽ നിറച്ച് തിരിച്ചു വെച്ചുകൊണ്ടല്ല ആധുനികതയുടെ തിരപ്പുറപ്പാട്. അങ്ങനെ കവിതയിൽ സർഗാത്മകമായ വ്യതിയാനങ്ങൾ വരുന്നതുകൊണ്ട് കാളിദാസ ഭാവന നമ്മുടെ ഈ ബിംബങ്ങളിലൂടെ, പുതിയ കാലഘട്ടത്തിൻ്റെ ബിംബങ്ങളിലൂടെ, പ്രയോഗങ്ങളിലൂടെ ആ കാലഘട്ടത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ, ശംഖുപുഷ്പം എങ്ങനെയാണ് കണ്ണെഴുതുക? നീല ശംഖുപുഷ്പം കണ്ടാൽ കണ്ണെഴുതിയതുപോലെ തോന്നും, നായികയുടെ കണ്ണുകളാണോ എന്ന് തോന്നും. ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. ശകുന്തളയുടെ കണ്ണുകൾ അതുപോലെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നു മാത്രവുമല്ല, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോഴും ശകുന്തളയെ ഓർമ്മ വരും. ശാരദ സന്ധ്യ എന്ന് പറഞ്ഞാൽ ശരത്കാലത്തിലെ സന്ധ്യയാണ്. നമ്മളുടെ ഏതാണ്ട് ജനുവരി ഫെബ്രുവരി മാസത്തെ ആകാശമാണ്. അവിടെ കാർമേഘങ്ങളില്ല, നിറഞ്ഞ തെളിച്ചമുള്ള വെള്ളമേഘങ്ങൾ കലർന്നിട്ടുള്ള ആകാശമാണ് ഈ ശരത്കാലം എന്ന് പറയുന്നത്. ആ ഉദയത്തിനും അസ്തമനത്തിനും നിലാവിനും ഒക്കെ ഒരു ഭംഗിയുണ്ട് ശരത്കാലത്തിന്. അതുകൊണ്ടാണ് ശാരദ നിലാവെന്നും ശാരദ സന്ധ്യയെന്നും ശാരദ പ്രഭാതമെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. ശരത്കാലത്തിനെ സംബന്ധിക്കുന്നതാണ്. അങ്ങനെ ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുകയാണ് എന്ന് വെച്ചാൽ, ഇവിടുത്തെ ആശ്രമ കന്യകയായ ശകുന്തള മരത്തിൻ്റെ തൊലി ചതച്ചെടുത്തിട്ട് അതുകൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ആ വസ്ത്രത്തിൻ്റെ, മരത്തോലിൻ്റെ ആ ഭംഗിയും അതിൻ്റെ നിറവും അതിൻ്റെ കൃത്യമല്ലാത്ത രൂപഭംഗിയും ഒക്കെ മേഘങ്ങളിൽ സന്ധ്യാകാശത്തിൻ്റെ ആ വെളിച്ചം, ചുവപ്പും മഞ്ഞയും ഒക്കെ കലർന്നിട്ടുള്ള വെളിച്ചം പടർന്നു കിടക്കുന്നതിനെ ഓർമ്മിക്കുന്നു. അങ്ങനെ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുകയാണ് ആ ആശ്രമ കന്യകയെ പോലെ. അങ്ങനെ ഈ സന്ധ്യാകാശം കാണുമ്പോഴും ശകുന്തളയെ നിന്നെ ഓർമ്മ വരുന്നു. പ്രകൃതിയുടെ ഏത് വിന്യാസങ്ങളിലും തൻ്റെ നഷ്ടപ്പെട്ടു പോയ കാമുകിയുടെ വിരഹാർത്ഥമായ ചിന്തകൾ കവിയുടെ മനസ്സിലേക്ക് വരുന്നു. ഇവിടെ നായകനായ ദുഷ്യന്തൻ്റെ മനോഭാവങ്ങളായി അത് മാറുകയും ചെയ്യുന്നു. മാനത്തെ വനജ്യോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ നീലക്കാർമുകിൽ കരിവണ്ട് മുരളുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും കാളിദാസ കൃതിയിൽ കഥാപാത്രങ്ങളായി മാറുന്നു. പ്രത്യേകിച്ചും ശാകുന്തളത്തിലെ 4-ാം അംഗത്തിൽ മുല്ലവള്ളിയും മാൻകിടാവുമൊക്കെ സജീവ സ്വഭാവത്തോടുകൂടി കഥാപാത്രങ്ങളായി തന്നെ മാറുന്നു. സന്ദർഭങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് അവയുടെയും ഭാവം മാറുന്നു എന്ന് വ്യക്തമാണ്. അതിൽ വനജോത്സ്ന എന്നാണ് പേരിട്ടിരിക്കുന്നത് ശകുന്തള വളർത്തുന്ന മുല്ലവള്ളിക്ക്. വനത്തിലെ ജ്യോത്സ്നയാണ്. ജ്യോത്സ്ന എന്ന നിലാവെന്നാണ്. വനത്തിൽ വീഴുന്ന നിലാവ് വാസ്തവത്തിൽ ആരും ആസ്വദിക്കപ്പെടാതെ പോവുകയാണ്. അതുപോലെ ആരും ആസ്വദിക്കുവാൻ സാധ്യതയില്ലാത്ത ഈ ആശ്രമവാടത്തിലെ ഒന്നുകിൽ ശകുന്തളയോ തോഴിമാരോ അങ്ങനെ വല്ലൊരു ആണെങ്കിൽ മാത്രമേ അത് ആസ്വദിക്കൂ. കാരണം ബാക്കി ഋഷിമാരും മുനിമാരും ഒന്നും അങ്ങനെ സൗന്ദര്യത്തിൽ ഭ്രമിക്കുന്നവരല്ലല്ലോ. ആ
വനജോത്സ്നയെ നനയ്ക്കുവാൻ വേണ്ടി മൺകുടവും ഒക്കത്തെടുത്തുകൊണ്ട് വരുന്ന ശകുന്തളയാണ് ആദ്യമായി ദുഷ്യന്തൻ കാണുന്നത് എന്നോർക്കണം, അന്ന് കാട്ടിൽ നായാട്ടിന് വന്നപ്പോൾ. എന്ന് മാത്രവുമല്ല, ശകുന്തളയെ ആക്രമിക്കുവാൻ വേണ്ടി ഒരു വണ്ട് മൂളിപ്പറന്നു വരികയും ആ വണ്ടിനെ ശിക്ഷിക്കുവാൻ വേണ്ടി ചാടിപ്പുറപ്പെടുകയും ചെയ്താണ് അവരുടെ ആദ്യ സമാഗമം തന്നെ. അപ്പോൾ ആദ്യത്തെ അവരുടെ കണ്ടുമുട്ടലിനെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ വാനത്തെ വനജോത്സ്ന നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുമ്പോൾ. പൗർണമി എങ്ങനെയാണ്, അല്ലെങ്കിൽ നിലാവുള്ള രാത്രിയിലെ ചന്ദ്രൻ ഒരു മൺകുടമാണത്രേ. ആ മൺകുടം കൊണ്ട് നടക്കുകയാണ്. കരിവണ്ടാകുന്ന മേഘങ്ങൾ ആകാശത്തൂടിങ്ങനെ നീങ്ങുമ്പോൾ ആ ചന്ദ്രൻ വരുന്നത് കണ്ടാൽ ശകുന്തള മുല്ലവള്ളി നനയ്ക്കുവാൻ കുടവുമേന്തി വരികയാണോ എന്നും, കരിവണ്ടുകൾ ആണല്ലോ ഈ പറഞ്ഞ മേഘങ്ങൾ എന്നൊക്കെ തോന്നുകയാണ്. പ്രകൃതിയിലെ ഓരോ മാറ്റത്തിലും ഓരോ ബിംബത്തിലുമൊക്കെ പൂർവ്വകാലത്തെ അനുസ്മരിക്കുകയാണ് ഇവിടെ നായകൻ ചെയ്യുന്നത്. അപ്പോഴെല്ലാം നിന്നെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരും, എന്നിട്ട് ശകുന്തളേ ശകുന്തളേ എന്ന് ദീർഘമായി വിലപിക്കുന്നത് പോലെ അയാളുടെ ആത്മവിരഹ വേദനകൾ പുറത്തേക്ക് വരികയാണ്. താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെക്കുറിച്ചെനിക്കോർമ്മ വരും, നിന്നെക്കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. വീണ്ടും ഓർമ്മകൾ കടന്നു വരികയാണ്. ഒരു വള്ളിപ്പടർപ്പിനിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ദുഷ്യന്തൻ ശകുന്തളയെ കാണുന്നു. അവളാവട്ടെ പുഷ്പങ്ങൾ വിരിച്ച ഒരു ശിലാതലത്തിൽ കിടന്നുകൊണ്ട് ദുഷ്യന്തനെക്കുറിച്ച് തോഴിമാരോട്, അനസൂയയോടും പ്രിയംവദയോടും പറയുന്നു. എന്ന് മാത്രവുമല്ല, അവിടെ കിളിയുടെ വയറുപോലെ മൃദുലമായ താമരയിലയിൽ നഖം കൊണ്ട് പോറി അവളൊരു കത്തെഴുതുകയാണ് ദുഷ്യന്തന്. എഴുതുന്നത് ഇങ്ങനെയാണ്: അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് കാമദേവൻ എന്നെ ചുട്ടുപൊള്ളിക്കുകയാണ് എന്ന്. വാസ്തവത്തിൽ ഒരു പ്രേമലേഖനം തന്നെ, ഒരു കാമലേഖനമായിരുന്നു. ദുഷ്യന്തനാവട്ടെ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് വള്ളിക്കുടിൽ നിന്ന് ചാടി പുറത്തേക്ക് അവളുടെ മുമ്പിലേക്ക് വന്നിട്ട്, നിന്നെ ചുട്ടുപൊള്ളിക്കുന്നതല്ലേ ഉള്ളൂ കാമദേവൻ, എന്നെ ദഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുള്ള നാടകീയമായ രംഗപ്രവേശമായിരുന്നു. ആ പ്രണയത്തിൻ്റെ തുറന്നു പറച്ചിൽ അവിടെയായിരുന്നു ആദ്യം. അതെല്ലാം ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ. താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനം എഴുതുമ്പോൾ. ഇവിടെ ഒരു സരസിൻ്റെ സമീപത്തിരിക്കുകയാണ് ദുഷ്യന്തൻ. അവിടെ ഈ പറഞ്ഞ അരയന്നങ്ങൾ താമരയിലകളിലേക്ക് കയറി ആ അരയന്നങ്ങളുടെ കാൽനഖപ്പാടുകൾ കൊണ്ട് അവിടെ പോറലുകൾ വീഴുമ്പോൾ അത് ശകുന്തള മുൻപ് എനിക്ക് പ്രേമലേഖനം എഴുതിയതുപോലെയാണോ എന്ന് ദുഷ്യന്തൻ ശങ്കിക്കുന്നു. എന്ന് മാത്രമല്ല, നീലക്കാടുകളിൽ പോയി വെറും പുല്ലിലൊക്കെ മലർന്നു കിടക്കുമ്പോൾ നിന്നെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരും എന്ന് പറയുന്നു. അത് വളരെ സൂക്ഷിക്കണം, കാരണം അത് വളരെ തീക്ഷ്ണമായ ഓർമ്മയാണ്. ദുഷ്യന്തന് ശകുന്തളയെക്കുറിച്ചുള്ള ഏറ്റവും തീക്ഷ്ണമായ ഓർമ്മ അവളുമായുള്ള വേഴ്ചയാണ്. അത് ആ നീലക്കാടുകളിലായിരുന്നു, ആ പുൽപ്പരപ്പിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ അവളെക്കുറിച്ചുള്ള ഓർമ്മ വരും, തീക്ഷ്ണമാണ്. ഇതാണ് ആ പാട്ടിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയും. സാധാരണഗതിയിൽ അങ്ങനെ അധികം ആളുകളും പാട്ടിൽ ഒരു ക്ലൈമാക്സ് സൂക്ഷിക്കാറില്ല. പാട്ട് പല്ലവി ഇങ്ങനെ തുടങ്ങി ക്രമേണ വികസിതമായി വരുന്ന ഓരോ ആശയങ്ങളിലൂടെ വന്ന് അവസാന ചരണത്തിൻ്റെ അവസാന വരിയിൽ ഒരു തീക്ഷ്ണമായ അനുഭവമായി പൊള്ളിക്കുന്നത് പോലെ കൊടുക്കുമ്പോഴാണ് ഒരു പാട്ടിന് ക്ലൈമാക്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് വളരെ തീക്ഷ്ണമായി ഇവിടെ ഈ വരികളിൽ വയലാർ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെ കുറഞ്ഞ വരികൾക്കുള്ളിൽ ഏറ്റവും മികച്ചതായ ഒരു ആശയത്തെ സംവേദനം ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമാ പാട്ടെഴുത്തുകാരൻ്റെ ചുമതല എന്ന് പറയുന്നത്. അത് എത്രത്തോളം അടക്കത്തോടുകൂടി, എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി, എത്രമാത്രം വൈകാരിക സ്പർശത്തോടുകൂടി വയലാർ അവതരിപ്പിക്കുന്നു എന്ന് നോക്കുക. കാളിദാസ പ്രഭൃതികളുടെയൊക്കെ സാഹിത്യത്തിന് മുമ്പിൽ പകച്ചും വിഭ്രമിച്ചും പ്രണയിച്ചും നിൽക്കുന്ന കാവ്യാസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ആ കാളിദാസ കൃതികളുടെ ഒരു ഓർമ്മ, ഒരു തൊട്ടുനക്കൽ പോലെ അനുഭവപ്പെടും ശരിക്കും ഈ പശ്ചാത്തലത്തിൽ ഈ ഗാനം വരുമ്പോൾ. ഉപമാ ചക്രവർത്തി
എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാളിദാസ കൃതിയെ ആസ്പദമാക്കി ഒരു ഗാനം എഴുതുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആത്മരതി ശരിക്കും വയലാർ അനുഭവിച്ചിട്ടുണ്ടാവണം. എന്ന് മാത്രവുമല്ല, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാവ്യാലങ്കാര കൽപ്പനകളുടെയും ആധുനിക കാലഘട്ടത്തിലെ കാവ്യബിംബങ്ങളുടെയും ഒരു താരതമ്യപ്പെടുത്തൽ കൂടി തീർച്ചയായിട്ടും നമുക്കിവിടെ അനുഭവപ്പെടും. ഇത് വളരെയേറെ വികാരനിർഭരമായ ഒരു മുഹൂർത്തമായതിനാൽ വിരഹവും പ്രണയവും വേദനകളും അസ്വസ്ഥതകളും ഒക്കെ നിറഞ്ഞ മനോഭാവത്തെ ആവിഷ്കരിക്കണം എന്നുള്ളതുകൊണ്ട് ദേവരാജൻ മാസ്റ്ററെ പോലൊരു സംഗീതജ്ഞൻ വളരെ ആലോചിച്ചും നിശ്ചയിച്ചു വെച്ച ഒരു രാഗമാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്, ദേശ് എന്ന് പറയുന്ന. ശരിക്കും ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധമുള്ള ഈ ദേശരാഗം ഇതിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഔചിത്യമായി പറയേണ്ടത്. എന്ന് മാത്രവുമല്ല, ആത്മാവിൽ തിങ്ങി വിങ്ങുന്ന വേദനകളുടെയും വേർപെടലുകളുടെ ആ നിസ്സഹായ അവസ്ഥയും ഒക്കെ ധ്വനിപ്പിക്കുമാറ് ഒരു നിശ്വാസത്തിൻ്റെ ഭാവതീവ്രതയോടുകൂടി യേശുദാസ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഒരു നെടുവീർപ്പിൻ്റെ ഛായ എവിടെയൊക്കെയോ കിടപ്പുണ്ട് ആ ഗാനത്തിനകത്ത്. ആ ശകുന്തളയെ എന്ന് വിളിക്കുന്ന, ആവർത്തിച്ച് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവവൈചിത്ര്യം അതൊരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വികാര സ്പന്ദമായി ഏതൊരു അനുവാചകൻ്റെയും ഹൃദയത്തിൽ സ്പർശിക്കുന്നു എന്ന് നമുക്ക് അനുഭവിച്ചറിയാം. അങ്ങനെയാണ് വയലാറിൻ്റെയും ദേവരാജൻ മാസ്റ്ററുടെയും യേശുദാസിൻ്റെയും കൂടിച്ചേരലിലൂടെ ഈ അനുഭൂതിയെ നമ്മളിലേക്ക് സംക്രമിപ്പിക്കുന്നു ഈ ഗാനം. അതുകൊണ്ടാണ് കാലമിത്ര കഴിഞ്ഞിട്ടും അത് നമ്മുടെ മനസ്സിനെ ഇന്നും മഥിപ്പിച്ചുകൊണ്ടും കൊതിപ്പിച്ചുകൊണ്ടും നിലനിൽക്കുന്നത്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോ ശകുന്തളേ നിന്നെയോർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെയോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾക്കിനി ആവശ്യം. നിങ്ങൾക്കും അഭിപ്രായം പറയാം, അത് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ തീർച്ചയായും അതിനോട് പ്രതികരിക്കുന്നതാവും. പക്ഷേ എല്ലാവർക്കും ഒന്നും മറുപടി പറയാൻ പറ്റിയില്ല എന്നിരിക്കും. എങ്കിലും നിങ്ങളുടെ ആസ്വാദനശേഷിയെ ഈ വിവരണം വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കൃതാർത്ഥരായി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും അടുത്ത ഗാനങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ വിടാം. നന്ദി.